നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അച്ഛാ, മോള് ക്ലാസ്സിലേക്ക് പോയില്ലേ? അച്ഛൻ ഇറങ്ങിയ ശേഷം പോവാന്ന് വിചാരിച്ചു. അച്ഛൻ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ദേഷ്യം തോന്നിട്ട് എന്താ മോളെ കാര്യം? ഇനിയെങ്കിലും അച്ഛനെ ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. അത്രേ അച്ഛന് പറയാനുള്ളൂ. ഇല്ല അച്ഛാ, ഇനി ഒരിക്കലും അച്ഛനെ ഞാൻ സങ്കടപ്പെടുത്തില്ല. ഞാൻ കാരണം അച്ഛനുണ്ടായ അപമാനത്തിന് പ്രായശ്ചിത്തമായി ഈ മോള് പഠിച്ച് വലിയ സ്ഥാനത്തെത്തി അച്ഛന് അഭിമാനമായി മാറും. മോള് ക്ലാസ്സിലേക്ക് പോയിക്കും. കഴിഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് പോയിരുന്ന് പഠിക്കും. ശരി അച്ഛൻ. ചെല്ല. മാഷേ, മാഷേ, മാഷിനുണ്ടായ മാനക്കേടിനും പ്രയാസത്തിനും എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മഞ്ചാടിയെ സഹായിക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവളെ കൊണ്ട് പോയത്. അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ജീവൻ രാജ് ഇതൊക്കെ പ്രിൻസിപ്പലിന് മുമ്പിൽ വെച്ചും പറഞ്ഞല്ലോ, പിന്നെന്താ? അതുകൊണ്ടൊന്നും മാഷിൻ്റെ ഉള്ളിൽ തീ അണഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ കരുതുന്നൊരു മകനാണ് ഞാൻ. അന്നത്തെ സംഭവത്തിൽ എനിക്കുണ്ടായ മാനക്കേട് ഓർത്ത് എൻ്റെ അച്ഛനും അമ്മയും വിഷമിച്ചെങ്കിൽ മഞ്ചാടിയെ ഓർത്ത് മാഷ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാം. എൻ്റെ മകൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിൽ തൊട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അവളോടുള്ള വിശ്വാസം ഒന്നുകൂടി ഉറച്ചു. അതുകൊണ്ട് ജീവൻ രാജിനെ എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നത്തെ സംഭവത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യ പങ്കുണ്ട്, അതിൽ മാറ്റമില്ല. അതിലെ തെറ്റും ശരിയും മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകാൻ നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. മാഷ് വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. മാഷിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കിതൊരിക്കലും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് പ്രാശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. മാഷിന് എന്നെ 100% വിശ്വസിക്കാം. ഞാൻ അറിഞ്ഞുകൊണ്ട് മഞ്ചാടി ചതിച്ചിട്ടില്ല. മഞ്ചാടിക്കൊരു പേരുദോഷം ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പാടില്ലാത്തത് നടന്നു കഴിഞ്ഞില്ലേ? ഇനിയെല്ലാം ദൈവത്തിന് വിട്ടു കൊടുക്കുക. മാഷ് അങ്ങനെ നിരാശപ്പെടരുത്. ഞാൻ കാരണം മാഷിൻ്റെ മകൾക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. കല്യാണാലോചന വരുമ്പോഴല്ലേ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ചിക്കി ചികഞ്ഞ് നോക്കുന്നത്. മഞ്ചാടിയുടെ പഠിത്തം കഴിഞ്ഞ് അവൾക്ക് കല്യാണത്തിന് സമയമാകുമ്പോൾ ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. അവളെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളാവുമ്പോൾ മാഷിന് ചോദ്യങ്ങൾ നേരിടേണ്ടി വരില്ലല്ലോ. എൻ്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. മതി. ഇനി നമ്മൾ തമ്മിൽ കൂടുതൽ സംസാരിക്കണ്ട. ഇനി സംസാരിച്ചാ എൻ്റെ മകളെ എനിക്ക് വീണ്ടും അവിശ്വസിക്കേണ്ടി വരും. കഴിഞ്ഞ തവണത്തെ ബില്ല് ഒന്ന് നേരത്തെ ക്ലിയർ ചെയ്യാൻ സാറിനോടൊന്ന് പറയണേ. പറയാം സാർ. ഹലോ എടാ, ഞാൻ വിളിക്കാം. ഞാനേ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിൽ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഹേമന്ത് ഒന്ന് വരും. യെസ് സാർ. ഇരിക്കും. താൻ ഗൂഗിളിനെ പോയി കണ്ടോ? എന്താ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ? അവൻ്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാ. ആരുമില്ലാത്ത അനാഥനെ പോലെയാ. ശോ, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അതെ, ഈ ഹോട്ടൽ വരെ വിലയ്ക്ക് വാങ്ങാനുള്ള ആസ്തി അവൻ്റെ അച്ഛനുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ജോലിക്കാരനെ പോലെ അവൻ നിന്നതേ ആ പെണ്ണിന് വേണ്ടിയാ. അവസാനം അവള് കാരണം തന്നെ അവൻ ജയിലിലുമായി. അതെ,
എനിക്ക് അയാളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ നിസ്സഹായനാ. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. ഗോകുൽ ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ എന്നിട്ടും അവന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതാ ചെറുക്കനും പെണ്ണും കൂടി അവനെ കുടുക്കിയത് തന്നെയാ. അതെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. അവർക്ക് വലുത് കസ്റ്റമേഴ്സാണ്. എനിക്ക് മനസ്സിലാവും സാർ. പക്ഷേ അവനിപ്പോൾ അനുഭവിക്കുന്ന വേദന ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. കാരണം അത്രമാത്രം ആ പെൺകുട്ടി അവൻ സ്നേഹിച്ചിരുന്നു. ഗോകുലിന്റെ ഭാഗത്തു നിന്ന് ഇത്ര ഒരു പെരുമാറ്റം ഉണ്ടാവില്ലെന്ന കാര്യത്തിൽ അവന്റെ കൂടെ ജോലി ചെയ്ത ഞങ്ങൾക്കാർക്കും യാതൊരു സംശയവുമില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതെ, അവൻ്റെ അച്ഛനുൾപ്പെടെ എല്ലാവരും ഇപ്പം അവനെതിരാ. പിന്നെ ആകെ അവനെ ഓർത്ത് വേദനിക്കുന്നത് ഗോകുലിൻ്റെ അമ്മയും പെങ്ങളും മാത്രം. അവർ പക്ഷേ നിസ്സഹായരാ. ഈ കേസ് വളരെ വലുതാ. അവിടെ പെൺകുട്ടിയുടെ വാക്കിന് തന്നെ വാല്യൂ. എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഗോകുലിന്റെ നിരപരാധിത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അവനെ രക്ഷിക്കാം. അറിയാം സാർ. പക്ഷെ അവന് വേണ്ടി പിറകെ നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും ആരുമില്ലല്ലോ. എനിക്ക് പോലും പലതും ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഗോകുലിന്റെ അച്ഛൻ നല്ല ദേഷ്യത്തിലാ. എല്ലാം അയാളുടെ വിധി. പക്ഷേ അയാളെപ്പോലൊരു ചെറുപ്പക്കാരൻ ഈ പ്രായത്തിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് അതൊരു വിഷമം തന്നെ. അതെ, എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ല സാർ. തന്നാൽ കഴിയുന്ന പോലെ ഗോകുലിനെ രക്ഷിക്കാൻ ശ്രമിക്കും. എൻ്റെ ഭാഗത്തുനിന്ന് പറ്റുന്ന സഹായങ്ങൾ ഞാനും ചെയ്യാം. ശരി സാർ, ഞാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ സാറിനെ അറിയിക്കാം. ഓക്കെ, എങ്കിൽ ശരി. കുറച്ച് പണിയുണ്ട്, ഞാൻ ചെല്ലട്ടെ. ആ ശരി. അങ്കിൾ, നിനക്ക് എന്നോടെന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്തിന് അങ്കിൾ എന്തായി പറയുന്നത്? അല്ല, ഇത്രയും ദിവസമായിട്ടും നിന്നെ പുറത്തിറക്കാതെ ഇവിടെ തന്നെ ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോന്നാ ചോദിച്ചത്. എന്താ അങ്കിളെ? അങ്കിൾ ശ്രമിക്കാഞ്ഞിട്ടല്ലെന്ന് എനിക്കറിയാം. പണത്തിന്റെ കാര്യത്തിന് എന്ത് പറഞ്ഞിട്ടും കമ്പനി അതിനൊരു അവധി തരുന്നില്ല. ഉള്ള കാശ് മുഴുവൻ ക്യാഷായിട്ട് കൊടുത്താൽ മാത്രമേ ജാമ്യം കിട്ടാനുള്ള അവസരങ്ങളുണ്ടാവും. അങ്കിളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അങ്കിൾ വിഷമിക്കണ്ട. നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. അങ്ങനെ പെട്ടെന്ന് റോൾ ചെയ്യുന്ന ബിസിനസ് അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. എനിക്ക് സങ്കടമൊന്നുമില്ല അങ്കിൾ. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചൊരുത്താൻ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അവന് കൊടുക്കേണ്ട സമ്മാനം കൊടുത്തപ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമായി. ആരുടെ കാര്യം നീ പറയുന്നേ? ആ ഗോകുല്, അവൻ എൻ്റെ സെല്ലില്ല. വന്ന് കയറിയപ്പോൾ തന്നെ അവനുള്ള സമ്മാനം ഞാൻ കൊടുത്തു കഴിഞ്ഞു. എടാ, നീ അവിവേകമൊന്നും കാണിക്കില്ലേ? പുതിയ കേസ് വന്നാൽ പുറത്തിറങ്ങാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഗോകുലിനെ നമുക്ക് നിയമത്തിന് വിട്ടുകൊടുക്കാം. അങ്ങനെ എളുപ്പം മറക്കാനാവുന്ന തെറ്റൊന്നുമല്ലല്ലോ അവൻ എൻ്റെ അനിയത്തോട് ചെയ്തത്. അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അവനെ വെറുതെ വിട്ടാ ഞാൻ എന്തിനാ പിന്നെ ഈ വിശ്വസിച്ച് നടക്കുന്ന അങ്കിൾ? എടാ, ഇപ്പൊ എടുത്തിയാടിയൊന്നും ചെയ്യേണ്ട രഘു. നീ ഇപ്പോ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുന്നതിനെ പറ്റി വേണം ചിന്തിക്കാൻ. വീട്ടിലെല്ലാവരും എന്നെ കുറിച്ച് തിരക്കുന്നുണ്ടാവുമല്ലേ? അതെ, ഒരു വിധത്തിലാണ് ഞാൻ ഇത്രയും ദിവസം പിടിച്ചിരുന്നത്. ഇനി അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഞാനിപ്പോ പോകുന്നത് വീട്ടിലേക്കാണ്.